ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ലഞ്ചിന്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ ഞാനിത് ലഞ്ചിന് കപ്സ് കേട്ടോ ഉണ്ടാക്കണം. അപ്പൊ അതിന് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനോണ്ട് കേട്ടോ കപ്സ് ഉണ്ടാക്കണേ. ചിക്കനൊക്കെ ഇതാ നന്നായി, കപ്സൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ ഇത്. ചിക്കനൊക്കെ ഇതാ നന്നായി കഴുകിയിട്ട് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പിന്നെ നമ്മൾ മല്ലിയില, പുതിനയില, തക്കാളി, പച്ചമുളകൊക്കെ അരച്ച പേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിന്ന് വിറകടുപ്പിലാണ് കേട്ടോ കപ്സ് ഉണ്ടാക്കണേ. അപ്പൊ ചിക്കനൊക്കെ ഇതാ പൊരിക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ കൂട്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു കപ്സിന്റെ പേക്കാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ കപ്സ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യണം. പിന്നെയാണ് കേട്ടോ അതൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വോട്ടിന് പോവാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വോട്ടിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാനാണ് കേട്ടോ. വോട്ടിന് പോകുമ്പോൾ കേട്ടോ തിരക്ക് പിടിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ കപ്സിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. കുരുമുളക്, പച്ചമല്ലി, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജീരകവും സാജീരകവും ഉണ്ട് കേട്ടോ ഇതില്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഗ്രാമ്പു, ഏലക്ക, പട്ടയൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ആ പേക്കിൽ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ചീന. ഇനി നമ്മൾ കപ്സ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കപ്സ മസാല കിട്ടട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി പൊടിച്ചതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അത് നമ്മൾ മാഗിയാണ് കേട്ടോ. അപ്പം എല്ലാവരും വോട്ടിന് പോകേണ്ട, വോട്ടിൻ്റെ തിരക്കിലാവുമല്ലേ, വോട്ടിന് പോകാനുള്ള തിരക്കിലാവും. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2.5 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്സിലേക്ക് കുറച്ച് ചിക്കൻ ഉൾട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കട്ടോ. ചിക്കനായാലും പിന്നെ മസാലകളായാലും എല്ലാം നമ്മൾ അരി എത്രയാണോ അതിനനുസരിച്ച് സാധനങ്ങളും കൂട്ടി കൊടുക്കട്ടോ നമുക്ക്. ഇനി ഇതാ നമ്മൾ മല്ലിയില, പുതിനയില, തക്കാളി, പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ അരച്ചെടുത്ത് നമുക്ക് തിന്നാലുള്ള നമ്മളെ കപ്സൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഇന്ന് മോൾട്ടിക്ക് സ്കൂളൊന്നുമില്ല കേട്ടോ. അപ്പോൾ മോൾട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പം ഞാനത് തിളച്ച വെള്ളമാട്ടോ ഒഴിക്കണത്. ഇത് ഞാനിത് ഈസി കുക്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട്. ഇനിയാട്ടോ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കണത്. അരി നന്നായി കുതിർന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം കേട്ടോ അരി ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ 1 കിലോ 1 പാക്കറ്റ് കപ്സൊക്കെ 2 ലിറ്റർ വെള്ളമാട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ തക്കാളി സോസ്, പിന്നെ പ്രധാനപ്പെട്ടത് നമ്മളെ നാരങ്ങ. ഇതാണ് നമ്മുടെ കപ്സയുടെയൊക്കെ മന്തിയുടെയൊക്കെ ടേസ്റ്റ് ഒക്കെ. നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ അത് നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഞങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ കപ്സിയിൽ. നല്ല ടേസ്റ്റ് ആട്ടോ അത് കടിക്കുമ്പോൾ. ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചോറ്. ഈ ചിക്കൻ പൊരിക്കാൻ കേട്ടോ അടുത്ത പരിപാടി. എല്ലാം പെട്ടെന്നാണ് കേട്ടോ. വോട്ടിന് പോകേണ്ട തിരക്കിലാണ് കേട്ടോ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുക പോവുക കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളിതാ വോട്ടൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ വോട്ട് ചെയ്യണം അവിടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.